ഹലോ, രാവിലെ 2 അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ച് തുടങ്ങിയതാണ് കേട്ടോ ഞങ്ങളൊരു ദിവസം. അതിനിടയിൽ കിട്ടിയവൻ എന്തോ കമൻറ്റ് പറഞ്ഞപ്പം കണക്കിന് പറഞ്ഞ് ഞാൻ ഓടിക്കുന്ന സീനാണ് നേരത്തെ കണ്ടത്. തിരക്കുള്ള ദിവസമൊക്കെ അബ്രോസിനൊരു വല്ലാത്ത വാശിയാണ് കേട്ടോ. ഇരുന്ന് കഴിക്കാനൊന്നും അവൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ച് നിന്ന് തന്നെ കഴിക്കാമെന്ന്. ഇന്ന് എൻ്റെ ഇളയ നാത്തൂൻ്റെ അമ്മായപ്പൻ്റെ ആണ്ടുവിളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പങ്കെടുക്കുകയാണ്. ഞങ്ങളുടെ മാളപ്പള്ളിയാണ് കേട്ടോ, അത് ഞങ്ങളുടെ ഇടവകയാണ്. വെൽക്കം ഡ്രിങ്ക്സ് തുടങ്ങി, അത് ഒരുപാട് കുടിച്ചു അബ്രോസ്. അതിന് പിന്നാലെ ഐസ്ക്രീം എത്തി. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. പിന്നെ ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് ഓടിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് അവസാനം കിട്ടിയ ഐസ്ക്രീം അവൻ കൈക്കലാക്കി. അതല്ലേലും അങ്ങനെയാണല്ലോ, വല്ല പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മമാർക്ക് നമുക്കൊന്നും കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അവസാനം ഭക്ഷണം എത്തി. കുട്ടികളെ മടിയിലിരുത്തി വാരി കഴിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അത് അനുഭവിച്ചവർക്ക് എൻ്റെ ബുദ്ധിമുട്ടറിയാം. എങ്കിലും നമുക്കത് ശീലമായിപ്പോയി. ഇപ്പം ഇങ്ങനെ കഴിച്ചാലാണ് അതിനൊരു ടേസ്റ്റ് വരിക. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്ന പുതുക്കാടാണ് കേട്ടോ. അവിടെ നമ്മുടെ ചിന്നുമിനും ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. കേക്കൊക്കെ മുറിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. കസിൻസൊക്കെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മേമ്മമാരും ആൻറ്റിമാരും. എനിക്കുള്ള ഭക്ഷണമാണ് ഇരിക്കുന്നത്. ഞാൻ ബ്രൂസിനെ കഴിപ്പിച്ച് ഉറക്കി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. മേമ വെച്ച അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയും ബീഫും ഒക്കെ ആയിരുന്നു ഭക്ഷണം. പിന്നെ ഞങ്ങൾ കസിൻസിൻ്റെ ഒരു ഡാൻസും, പിന്നെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ.